PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ കുറേ നാളുകൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മുൻവർഷ ചോദ്യങ്ങളിലൂടെ എന്ന് പറയുന്ന ഒരു സീരീസ് ചെയ്യുന്നുണ്ട്. മുൻവർഷ ചോദ്യ പേപ്പറിൽ മനസ്സിലാക്കാനും അതിനകത്ത് ചോദ്യങ്ങളും ഉത്തരങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മുൻവർഷ ചോദ്യങ്ങളിലൂടെ എന്ന് പറയുന്ന ഒരു സീരീസ് ചെയ്യുന്നത്. ഇത് ഏതൊരു PSC പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ലബോറട്ടറി അസിസ്റ്റന്റ്, LP UP, അങ്ങനെ ഏതൊരു PSC LDC ആയിക്കോട്ടെ, ഏതൊരു PSC പരീക്ഷയ്ക്ക് മുൻവർഷ ചോദ്യ പേപ്പറുകൾ പഠിക്കണം. നിങ്ങൾ 2025 പരീക്ഷ എഴുതാൻ പോകുന്നതെങ്കിൽ അതിനും 2 വർഷം മുമ്പുള്ളത്, ഇപ്പൊ 25 പരീക്ഷ എഴുതാൻ പോവാണ് 23, 24 മുൻവർഷ ചോദ്യ പേപ്പർ പഠിക്കണം. കാരണം അതിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വരും. അങ്ങനെ റിപ്പീറ്റഡ് ചോദ്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പ്രീവിയസ് ഇയർ സെറ്റ് നമ്മൾ ചെയ്ത് നോക്കുന്നത് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ എടുത്തേക്കുന്നത് 027/2024 നടത്തിയിട്ടുള്ള ഒരു പരീക്ഷയുടെ ചോദ്യ പേപ്പറാണ്. ആദ്യമായിട്ടാണ് PSC ക്രൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാനും ലാബ് അസിസ്റ്റന്റും ഒക്കെ ആയിട്ട് ലബോറട്ടറി അസിസ്റ്റന്റും ഒക്കെ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്നതായിരിക്കും. വീഡിയോ ഒക്കെ കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ ഫസ്റ്റ് ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരത്തിലെ ഗറില്ല സമരം നടത്തിയ നേതാവ് ആരാണ്? അപ്പൊ നിങ്ങൾ ലബോറട്ടറി അസിസ്റ്റന്റോ അസിസ്റ്റന്റ് സെയിൽസ്മാന്റോ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക്സ് ലഭ്യമാണ് കേട്ടോ. SCRT പാഠപുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയും പ്രീവിയസ് ഇയർ സെറ്റ് ഒക്കെ ആയിട്ട് 11 സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ലബോറട്ടറി അസിസ്റ്റന്റ് എന്നോ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല സമരം നടത്തിയ നേതാവ് ആരാണെന്ന്. ആരാണ്? താന്തിയ തോപ്പിയാണ്. പുരാതന കാലത്ത് കേരളവുമായി യവനന്മാർക്കും റോമന്മാർക്കും ഉണ്ടായിരുന്ന വാണിജ്യ ബന്ധത്തിന്റെ ശക്തമായ തെളിവുകൾ ഉൾഖനനത്തോടെ ലഭിച്ച പ്രദേശം ഏതാണ്? പട്ടണമാണ് കേട്ടോ. ഇന്ത്യയിൽ ഭാഷ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏതാണ്? നമുക്കറിയാം അല്ലെ, ആന്ധ്രാപ്രദേശാണ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ഏതാ? ലോകാരോഗ്യ സംഘടന ആസ്ഥാനം ജനീവയാണ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം. ഗാന്ധിജി നയിച്ച സമരങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. അത് ഗാന്ധിജി നടത്തിയ സമരങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. ശരിയായിട്ടുള്ള ക്രമം തെരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് അതിനകത്ത് വരുന്നത് നോക്കിക്കേ. ഫസ്റ്റ് ഏതാ? ഫസ്റ്റ് ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഗാന്ധിജി സത്യാഗ്രഹങ്ങളിലേക്ക് പ്രവേശിച്ചത് ചമ്പാരൻ സത്യാഗ്രഹത്തിലൂടെയാണ്. രണ്ടേതാണ്? ഗീത സത്യാഗ്രഹമാണ് വരുന്നത്. മറ്റൊന്നേതാ? നിസ്സഹരണ പ്രസ്ഥാനം. ലാസ്റ്റ് വൺ സിവിൽ നിയമലംഘന പ്രസ്ഥാനം. അപ്പോ 3, 2, 1, 4 ആണ്. അപ്പോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. 2023 150ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അല്ലെ. ഭൂവൽക്കത്തെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഇത്രയും ചോദ്യം, ഈ 6 ചോദ്യങ്ങളും SCRT ഫാക്ട് ആണ് കേട്ടോ. SCRT നിന്നാണ് ചോദിച്ചേക്കുന്നത്. അത്രമാത്രം പ്രാധാന്യം SCRT പാഠപുസ്തകത്തിനുണ്ട്. നിങ്ങൾ ഏതൊരു PSC പരീക്ഷ എഴുതാൻ പൊക്കോട്ടെ 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസിന്റെ പാഠപുസ്തകങ്ങൾ പഠിച്ചിട്ട് പോവുക കേട്ടോ. അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് സോഷ്യൽ സയൻസിന്റെ പാഠപുസ്തകം. നമ്മൾ ചോദ്യം ഉത്തരം എന്ന രീതിയിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പാകത്തിന് ക്വസ്റ്റ്യൻ ബാങ്ക് രൂപത്തിലാക്കിയിട്ടുണ്ട്. അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ SCRT എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ 7ാമത്തെ ചോദ്യം എന്താണ്? ഭൂവൽക്കത്തെ കുറിച്ച് താഴെ പറയുന്നവർ ഏതാണ് ശരിയായിട്ടുള്ളത്? ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് നമുക്ക് നോക്കാലോ. ഭൂമിയിലെ ഏറ്റവും പുറമെയുള്ള ശിലാനിർമ്മിതമായ കട്ടിയുള്ള ഭാഗമാണ് ഭൂവൽക്കം. ശരിയാണോ? ശരിയാണ്. സമുദ്രപട ഭൂവൽക്കത്തിൽ വൻകര ഭൂവൽക്കത്തെ അപേക്ഷിച്ച് കനം കുറവാണ്. ശരിയാണോ? ശരിയാണ്. ഹിമാലയം പർവ്വത മേഖലയിൽ ഭൂവൽക്കത്തിന്റെ കനം വളരെ കുറവാണ്. ശരിയാണോ? തെറ്റാണ്. 1ഉം 2ഉമാണ് ശരി. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്തത് തിരമാലകൾ എന്നാൽ എന്ത് എന്നാണ് ചോദ്യം. എന്താണ് തിരമാലകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിക്കേ. എന്താണ്? ജലത്തിന്റെ ചലനമാണോ തിരമാല? ആണോ? തെറ്റ്. സമുദ്രോപരിതലത്തിലുള്ള ഊർജ്ജ പ്രവാഹം. ശരിയാണോ? ശരിയാണ്. ചന്ദ്രന്റെ സൂര്യന്റെ ഗുരുത്വാകർഷണം മൂലം സമുദ്രത്തിൽ ഉണ്ടാകുന്ന ചലനം. ശരിയാണോ? തെറ്റാണ്. അപ്പോ 2 മാത്രമാണ് ശരി. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ തീര സമതലങ്ങളെ കുറിച്ചുള്ള തെറ്റായ സൂചനകൾ കണ്ടെത്തുക. ഇതിനകത്ത് ഏതാണ് തെറ്റായിട്ടുള്ള സൂചന ആയിട്ട് വരുന്നത്? പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരസമതലം വീതി കുറവാണ്. പ്രസ്താവന ശരിയാണോ? പ്രസ്താവന തെറ്റാണ്. കിഴക്കോട്ട് ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ പൂർവ്വതീരങ്ങളിൽ വിശാലമായ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നു. ശരിയാണോ? ശരിയാണ്. താഴ്ന്നു പോയ സമതലങ്ങൾക്ക് ഉദാഹരണമാണ് പശ്ചിമ തീര സമതലങ്ങൾ. ശരിയാണ്. തെറ്റായിട്ട് ചോദിച്ചുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ എല്ലിനോ പ്രതിഭാസവുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം? എല്ലിനോ പ്രതിഭാസമായിട്ട് ബന്ധപ്പെട്ടത് ഏതെല്ലാം എന്ന് ചോദിച്ചേക്കുന്നത്. ഈ ഒരു ചോദ്യം PSC ക്യാൻസൽ ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അടുത്തത് ഇന്ത്യയിലെ ഒരു പ്രധാന ഭൗമ താപോർജ്ജ ഉൽപാദന കേന്ദ്രം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ബി മണികരൺ ആണ് കേട്ടോ. അതുപോലെ തന്നെ മണികരണം ഉണ്ട്. പിന്നെ എന്തുണ്ട്? 2ഉണ്ട്. അതുപോലെ മറ്റൊന്ന് പുകത്താഴ്വരയാണ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. 2023 ഡിസംബറിൽ ചെന്നൈയിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായിട്ടുള്ള ചുഴലിക്കാറ്റ് ഏതാണ്?
മിഷോങ് ആണ് കേട്ടോ. അടുത്ത് ആഗോളവൽക്കരണത്തിന്റെ പ്രധാന ഫലങ്ങളിൽ ഒന്ന് ഏതാ? ആഗോളവൽക്കരണ പ്രധാന ഫലങ്ങളിൽ ഒന്ന് പുറം പണിക്കാരർ ആണ് കേട്ടോ. അടുത്ത GST നിലവിൽ വന്നത് എന്നാ? ജൂലൈ 2017. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ യോജിക്കാത്ത പ്രസ്താവന. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന ഏത് എന്ന് ചോദിച്ചത്. ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിപ്പിച്ചു. ശരിയാണോ? പ്രസ്താവന ശരിയാണ്. യോജിക്കുന്ന പ്രസ്താവനയാണ്. അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങൾക്ക് കൂടുതൽ കീടാക്രമണ സാധ്യത ഉണ്ടായിരുന്നു. ശരിയാണോ? അതും യോജിക്കുന്നതാണ്. ഹരിത വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടം 1970 പകുതി മുതൽ 1980 പകുതി വരെയാണ്. അതും യോജിക്കുന്നതാണ്. ഇവയൊന്നുമല്ല എന്നുള്ളതാണ് കേട്ടോ ശരിയായിട്ട് വരുന്നത്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണേ. പുത്തൻ സാമ്പത്തിക പരിഷ്കരണവുമായി ന്യൂ എക്കണോമിക് പോളിസി 1991 യോജിക്കാത്ത പ്രസ്താവന ഏത്? ഏതാണ് ഇതിൽ യോജിക്കാത്ത പ്രസ്താവന എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ നയങ്ങളെ രണ്ടായി തരംതിരിക്കുന്നു. എന്താണ്? സുസ്ഥിരമാക്കൽ നടപടികൾ, ഘടനാപരമായ പരിഷ്കാരങ്ങൾ. ശരിയാണോ? ഇത് എന്താണ്? യോജിക്കാത്ത പ്രസ്താവന. ഇത് യോജിക്കുന്ന പ്രസ്താവനയാണ്. അതുപോലെ തന്നെ സുസ്ഥിരമാക്കുന്ന നടപടികൾ അടവ് പരിഷ്കരണത്തിന്റെ കമ്മി പരിഹാരത്തിനും പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനുമുള്ള നടപടികൾ ലക്ഷ്യം വെച്ചു. ശരിയാണോ? ഇതും ബന്ധപ്പെട്ടതാണ്. ഘടകപരമായിട്ടുള്ള പരിഷ്കാര നയങ്ങൾ ഹ്രസ്വകാല നടപടികളാണ്. ഇതുമായി ബന്ധപ്പെട്ടതാണോ 16? ബന്ധപ്പെട്ടതല്ല. ഘടനാപരമായ പരിഷ്കാരങ്ങളും സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക, അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യം. ശരിയാണോ? ശരിയായിരുന്നു. ബന്ധപ്പെടാത്തതാണ് ചോദിച്ചേക്കുന്നത്. യോജിക്കാത്ത പ്രസ്താവന ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്തത് നീതി ആയോഗവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. നീതി ആയോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവന ഏതെന്ന് ചോദിച്ചേക്കുന്നത്. എന്താണ്? നയരൂപീകരണ പദ്ധതിയുടെ ചട്ടക്കൂട് രൂപപ്പെടുത്തൽ ശരിയാണ്. സഹകരണ ഫെഡറലിസം ശരിയാണ്. നിരീക്ഷണവും വിലയിരുത്തലും ശരിയാണ്. ഇവയെല്ലാം. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. പ്രധാനമന്ത്രി ജൻ ധൻ യോജന നിലവിൽ വന്നത് 18. റൈറ്റ് ആൻസർ ഏതാണ്? 2014 ഓഗസ്റ്റ് 28. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. താഴെ പറയുന്നവയിൽ മാർഗനിർദ്ദേശ തത്വങ്ങളും ബന്ധപ്പെട്ട പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. തെറ്റായ പ്രസ്താവന. ഇതിനകത്ത് ഏതാണ് തെറ്റായതെന്ന് ചോദിച്ചേക്കുന്നത്. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടത് ശരിയാണോ? പ്രസ്താവന തെറ്റാണ്. കോടതിയെ സമീപിക്കാവുന്നതാണ്. പ്രസ്താവന തെറ്റായ പ്രസ്താവനയാണ്. തെറ്റായ പ്രസ്താവനയാണ്. വില്ലേജ് പഞ്ചായത്ത് പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയാണ്. അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയാണ്. അപ്പൊ 1ഉം 2ഉമാണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. സമവർത്തി ലിസ്റ്റിനോ സംസ്ഥാന ലിസ്റ്റിനോ പറഞ്ഞിട്ടില്ലാത്ത ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് നിയമങ്ങൾ നിർമ്മിക്കുവാൻ പാർലമെന്റ് അധികാരം ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം ഏത്? ഏതാണ് അനുച്ഛേദം വരുന്നത്? അനുച്ഛേദം 248 ആണ് കേട്ടോ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് കണ്ടെത്തുക. താഴെ പറയുന്നവയിൽ ശരിയായത് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ഏതാണ് നമുക്ക് നോക്കിയാലോ. സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന തർക്കങ്ങളെ കുറിച്ച് അന്വേഷണ വിചാരണ നടത്താനും ഉപദേശിക്കുവാനും പ്രസിഡന്റ് അധികാരം ഉണ്ടായിരിക്കും. ഉണ്ടായിരിക്കോ? റൈറ്റ് ആണല്ലേ. ശരിയാണ്. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 293 ആകുന്നു. ശരിയാണോ? ശരിയാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വർഷം തോറും റിപ്പോർട്ട് പാർലമെന്റ് സമർപ്പിക്കേണ്ടതാണ്. തെറ്റാണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ ഏത് ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ ഉൾപ്പെടെ 4 അംഗങ്ങൾ ഉണ്ടായിരിക്കും. തെറ്റാണ്. 1ഉം 2ഉമാണ് ശരി. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ട്രേഡ് യൂണിയനുകൾ ഏത് ലിസ്റ്റുമായി വരുന്നവയാണ്? ഏത് ലിസ്റ്റിലാണ് വരുന്നത് ട്രേഡ് യൂണിയനുകൾ? 22. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി കൺകറന്റ് ലിസ്റ്റ് ആണ് കേട്ടോ. താഴെ പറയുന്നവ ശരിയായ പ്രസ്താവന ഏത്? താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറഞ്ഞിട്ടുള്ളത്? ഏതൊക്കെ നോക്കിക്കേ. 44ാമത് ഭേദഗതി മതേതരത്വം എന്ന ആശയം ഭരണഘടന ആമുഖത്തിൽ ഏർക്കപ്പെട്ടു. തെറ്റാണ്. 52ാം ഭേദഗതിയിലൂടെ മൗലിക കടമകൾ ഉൾപ്പെടുത്തി. ശരിയാണോ? തെറ്റാണ്. 73ാം ഭേദഗതി പഞ്ചായത്ത് രാജ് സംവരണം നടപ്പിലാക്കി. ശരിയാണ്. 74ാം ഭേദഗതി നഗരപാലിക ബിൽ നടപ്പിലാക്കി. ശരിയാണ്. അപ്പോ 3ഉം 4ഉമാണ് ശരി. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഏതൊക്കെയാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന? 24. ഭരണഘടന നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു. ശരിയാണോ? ശരിയാണല്ലേ. അതുപോലെ തന്നെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207. ശരിയാണ്. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകൾ 7. തെറ്റാണ്. 1ഉം 2ഉമാണ് ശരി. ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. താഴെ പറയുന്നതിനുള്ളിൽ ജസ്റ്റിസ് ഫാത്തിമ ബീവിയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? ഏതൊക്കെയാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവിയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന? നോക്കിയാലോ. 1988 സുപ്രീം കോടതി ആദ്യത്തെ വനിതാ ജഡ്ജിയായിരുന്നു. തെറ്റ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായ മലയാളി വനിത. ശരി. കേരള ഹൈക്കോടതിയുടെ ആദ്യ മുസ്ലിം വനിതാ ജഡ്ജി. ശരി. അന്തരിച്ച് 2023 നവംബർ 22. തെറ്റ്. 2ഉം 3ഉമാണ് ശരി. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം. അടിയന്തരാവസ്ഥ കാലത്ത് അനുച്ഛേദം 19 റദ്ദ് ചെയ്യുമ്പോൾ സംബന്ധിച്ച ആർട്ടിക്കിൾ ഏത്? ഏതാണ്? ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 358 ആണേ. നിലവിലെ
UPSC ചെയർമാൻ ആരാകുന്നു? ആരാണ് 27? റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി മനോജ് സോണിയാണ് കേട്ടോ. താഴെ തന്നിരിക്കുന്നവ തെറ്റായ പ്രസ്താവന ഏത്? എന്താണ്? പഞ്ചായത്ത് രാജ് സംവിധാന പ്രകാരം 1-3 സീറ്റുകൾ എല്ലാ തലങ്ങളും സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നു, തെറ്റാണ്. പഞ്ചായത്ത് രാജ് ഭരണ 11ാം ഷെഡ്യൂളെ ബന്ധപ്പെട്ടിരിക്കുന്നു, തെറ്റാണ്. ഗ്രാമസഭയുടെ മേൽനോട്ടത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്, തെറ്റാണ്. ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, അധ്യക്ഷൻ, വാർഡ് മെമ്പറുമാണ്, ശരിയാണ് കേട്ടോ. ഇനി കേരളത്തിലെ പഞ്ചായത്ത് രാജ് ദിനം എന്നാണ്? എന്നാണ് കേരളത്തിലെ പഞ്ചായത്ത് രാജ് ദിനമായിട്ട് വരുന്നത്? ഫെബ്രുവരി 19. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത് ഏത് ആക്ട് പ്രകാരമാണ്? 2008 28 നമ്പർ ആക്ട്. കേരള ജുഡീഷ്യൽ സർവീസിലെയോ കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസിലെയോ ഒരംഗത്തെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? ഓപ്ഷൻ ബി ഹൈക്കോടതിക്കാണ്. ആർക്കാണ്? ഹൈക്കോടതിക്ക്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രാസവസ്തുവിന്റെ ഉൽപാദനം കുറയുന്നത് മൂലമാണ് പാർക്കിൻസൺസ് രോഗം ഉണ്ടാകുന്നത്? ഏത് മൂലമാണ്? 32 ഡോപ്പോമിൻ ആണ് കേട്ടോ. ഏതാണ്? ഓപ്ഷൻ എ ഡോപ്പോമിൻ ആണ്. വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്ത്? ഏതാണ്? ഓപ്ഷൻ സി സിറോഫ്താൽമിയാണ് കേട്ടോ. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായി യോജിക്കുന്നവ ഏത് എന്ന് ചോദിച്ചേക്കുന്നത് ഓപ്ഷൻ 3 and 4 ആണ് കേട്ടോ തെറ്റായിട്ട് വരുന്നത്. RNA കാണപ്പെടാത്ത നൈട്രജൻ ബേസ്. ഏതാണ് RNA കാണപ്പെടാത്ത നൈട്രജൻ ബേസ്? ഓപ്ഷൻ ബി തൈമിൻ ആണ്. ദേശീയ പഞ്ചായത്ത് പുരസ്കാരം 2020 ശിശു സൗഹൃദ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം ഏത്? ചെറുതനെയാണ് കേട്ടോ, ആലപ്പുഴയിൽ. 2023 വൈദ്യശാസ്ത്ര നൊബേൽ അർഹനായിട്ടുള്ള ശാസ്ത്രജ്ഞൻ ആരാണ്? 37 ഓപ്ഷൻ ഡി ആണ് കേട്ടോ, ഡു വെയ്സ്മാൻ ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ രശ്മി ഏത്? ഏതാണ്? റേഡിയോ തരംഗമാണ്. പ്രതലത്തിൽ SI യൂണിറ്റ് പ്രസ്താവിക്കുന്നത്? ഈ ചോദ്യം PSCക്ക് ആൻസർ ആയിട്ടുള്ളതാണ് കേട്ടോ. 39. 220 ഗ്രാം ഭാരമുള്ള വസ്തുവിന്റെ ഭൂമിയിൽ നിന്നുള്ള പാളയ പ്രവേഗം 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ 100 ഗ്രാം ഭാരമുള്ള വസ്തുവിന്റെ പാളയ പ്രവേഗം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 40 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഒരു തടാക പ്രതലത്തിൽ നിന്ന് 10 മീറ്റർ ആഴത്തിൽ നീന്തുന്ന ഒരാളിൽ അനുഭവപ്പെടുന്ന മർദ്ദം എത്രയാണ്? 41 റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ബി ആണ് കേട്ടോ. മനുഷ്യ രക്തത്തിന്റെ pH മൂല്യം എത്രയാണ്? ഓപ്ഷൻ ബി 7.4 ആണ്. പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിക്കാൻ ഇരുമ്പിൽ ചേർക്കുന്ന ലോഹം ഏത്? സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിക്കാൻ ഇരുമ്പിൽ ചേർക്കുന്ന ലോഹം ഏതാണ്? 43 ഓപ്ഷൻ എ ആണ് കേട്ടോ, നിക്കൽ ആണ്. വായു കുമിളകൾ താഴെ നിന്നും ജലത്തിന്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നു. ഇത് എന്തിന്റെ ഉദാഹരണമാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? 44 റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ബി ബോയിൽ നിയമമാണ്. ഇനി പറയുന്നവർ ഏതിനാണ് 0 രാസസംയോഗ ശക്തി ഉള്ളത്? ഓപ്ഷൻ ഡി ഹീലിയം ആണ്. അമ്മന്നൂർ മാധവ് ചാക്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ഓപ്ഷൻ സി കൂടിയാട്ടമാണ്. ഒളിമ്പിക്സിലെ ആദ്യ ടീം മത്സര ഇനം ഏതാണ്? 47 ഓപ്ഷൻ ബി ഫുട്ബോൾ ആണ് കേട്ടോ. 48 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. കുമാരനാശാൻ. മറ്റു ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനു പെറ്റമതൻ ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനു പെറ്റമതൻ ഭാഷതാൻ ആരുടെ വാക്കുകൾ? 49 ഓപ്ഷൻ എ വള്ളത്തോൾ. അടുത്തിടെ ചൈനയിൽ കുട്ടികൾ കണ്ടെത്തിയ വൈറസ് ബാധ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തു പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് ഏകദേശം 11ഓളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനു മുമ്പുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും പരീക്ഷയ്ക്ക് ഇത് ഉപകാരപ്പെടുന്നതായിരിക്കും. അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആയിക്കോട്ടെ, ലബോറട്ടറി അസിസ്റ്റന്റ് ആയിക്കോട്ടെ, LDC ആയിക്കോട്ടെ, നിങ്ങൾ ഏതൊരു PSC പരീക്ഷ എഴുതിയാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് നിങ്ങളുടെ മാർക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഈ കാണുന്ന PDF സെറ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. മറക്കണ്ട. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ക്ലാസ്സുകളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ലാബ് അസിസ്റ്റന്റ് നമ്മൾ മാരത്തോൺ വീഡിയോ ചെയ്യുന്നുണ്ട് 50 ഡേ ചലഞ്ച് ആയിട്ട്. അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കണ്ടു നോക്കുക. അതുപോലെ ഈ ഒരു ലിസ്റ്റും നമ്മുടെ പ്രീവിയസ് ഇയർ മുൻവർഷ ചോദ്യങ്ങളിലൂടെ എന്നുള്ള സീരീസ് ഞാൻ കൊടുത്തേക്കാം. അത് കണ്ടു നോക്കാൻ താല്പര്യമുള്ളവർക്ക് അതും കണ്ടു നോക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.